മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്ന തൃക്കൈപ്പറ്റ വെള്ളിത്തോടാണ് മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി. 8 സെന്റിൽ 1060 ചതുരശ്രയടി വിസ്തൃതിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർവഹിച്ചു. ഇവിടെ സന്തോഷമായാണ് കുടുംബങ്ങൾ കഴിയുന്നത്. മുന്നേറ്റപ്പോൾ ഇവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഇവിടെ ഞാൻ, എൻ്റെ ഭാര്യ, 3 മക്കൾ, അമ്മ, ഞങ്ങൾ 6 പേര് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ലീഗുകാർ അന്നാണ് നമ്മൾ മുണ്ടക്കൈ പുഞ്ചിരി മട്ടത്തുണ്ടായതാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മളെ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു മാറ്റമില്ല. സന്തോഷം. ഒരു 3 ബെഡ്റൂമുണ്ട്, ഒരു 2 ബാത്റൂമുണ്ട്, ഒരു ഹാള്, സിറ്റൗട്ട്, കിച്ചണ്. നല്ല സന്തോഷമാണ്. കുഴപ്പമില്ല. റോഡ് സൗകര്യവും വണ്ടി കയറാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. സന്തോഷം. കുടുംബത്തോടെ ഇപ്പോൾ സന്തോഷത്തോടെ പോകണം. മുമ്പൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത്? ഈ വീട്ടിൽ 6 ആളുണ്ട്, 7 ആളുണ്ട്. ഇപ്പം വീട്ടിൽ 6 ആളുള്ളൂ. അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, കൊടുന്നിട്ടില്ല, കൂട്ടി കൊടുന്നിട്ടില്ല. അങ്ങനെ മൊത്തം 7 ആളുണ്ട്. വീടൊക്കെ കിട്ടിയില്ലേ? വീടൊക്കെ കിട്ടി. വളരെ സന്തോഷം. അവർക്ക് നല്ല വർക്കത്തും റഹ്മത്തും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത്. പിന്നെ അവിടെ എന്തൊക്കെയാണ് വീടൊക്കെ പൂർണ്ണമായിട്ടും? വീട് പിന്നെ ഞങ്ങളെ ഒരു അത്തര റോഡിൻ്റെ മതിലിൻ്റെ അടുത്ത് കൂടിയാണ് പോണത്. ഞങ്ങൾ ഓടിക്കഴിച്ചിലായത്. അവിടെ ഒരു കുളമുണ്ട്, കണ്ടിട്ട് അത് പോയാൽ കാണാം. ആ കുളത്തിൻ്റെ അതിലെല്ലാം വന്നിട്ട് ഇങ്ങനെയാണ് തിരിഞ്ഞാണ് പോയി. അതുകൊണ്ട് കഴിച്ചിലായതാ. അങ്ങനെ ഓടി ഞങ്ങൾ വേലോട്ട് ഒരു റിസോർട്ടുണ്ട്, 10 ഏക്കർ എന്ന് പറഞ്ഞാൽ റിസോർട്ട് പോയിട്ട് കാലൊക്കെ പൊട്ടി. ഇതപ്പം കമ്പി എടുത്തിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളൂ. കമ്പിയൊക്കെ കാലൊക്കെ പൊട്ടി നസീം ഇപ്പോൾ 2 കൊല്ലത്തിൽ റെസ്റ്റിലായിരുന്നു. എവിടെയും പോകാത്ത അവസ്ഥയായിരുന്നു. സോഫ സെറ്റുണ്ട്, ടൈം ടേബിളുണ്ട്, കസാലുണ്ട്, എല്ലാ സാധനം അതാ ഇവിടെ കാണാമല്ലോ. എല്ലാ സാധനങ്ങളുണ്ട്. സൗകര്യമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. നമ്മൾ അതിൻ്റെ സൗകര്യത്തിലാണ് അവിടെ കഴിഞ്ഞിരുന്നത്. അതിനിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പോയില്ലേ. കുഴപ്പമില്ല, എന്തില്ല, സുഖമാണ്. ഇവിടെ ഇപ്പോൾ ഞാനും ചെറിയ മോനും മോൻ്റെ ഭാര്യയും 3 മക്കളും എൻ്റെ ഭാര്യയും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നുമില്ല നമുക്കില്ലാത്ത എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് റായത്താണ് ഞങ്ങൾക്ക്. ഒരു കുഴപ്പമില്ല. ഇതൊരു കൊടുന്നാണ്, ഇത് സെറ്റി, ഇത് പിന്നെ അതിൻ്റെ അകത്തൊരു കട്ടിൽ, ഒരു അൽമറ, എല്ലാം ഒരു കൊടുന്നത് തന്നെ. ക്ലോക്ക്, മിക്സി എല്ലാം ഒരു കൊണ്ടുവന്നത്. നമ്മളിതിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ 2 കട്ടിൽ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ. വേറെ എല്ലാം ഒരു തന്നത് തന്നെ ഉണ്ടായി. പിന്നെ നമുക്ക് ആദ്യം ഉരുൾ പൊട്ടി വന്നപ്പോൾ കുറേ സാധനമൊക്കെ കിട്ടിയിരുന്നല്ലോ, ഗവൺമെൻറ്റിൻ്റെ കിട്ടിയിരുന്നല്ലോ. അങ്ങനെ എല്ലാ സാധനം കൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പോയ ആൾക്കാരെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ, അത് മാത്രമേ ഒരു വിഷമം നമുക്ക്. 11.5 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് ഭവന പദ്ധതിക്കായി ഏറ്റെടുത്തത്. 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. പാർക്ക്, കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിത്തോട് നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.